പിന്നെ എനിക്ക് പിന്നെ കഷ്ടം ഇത് ചെയ്തല്ലേ ഭയങ്കരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. പത്രം കണ്ടില്ലേ? എന്താ വിശേഷം? ഈ പത്രത്തിൽ സുബയുടെ മരണത്തെ പറ്റിയൊരു വാർത്തയുണ്ട്. ചില പത്രക്കാർ വാർത്തയുണ്ടാക്കാൻ ബിരുദന്മാരാണല്ലോ. ഒന്ന് വായിക്കൂ. ഒരു യുവതിയുടെ ദാരുണ മരണം കോട്ടയം. സുഭാഷിണി എന്നു പേരുള്ള അവിവാഹിതയായ ഒരു ഗവൺമെന്റ് ജീവനക്കാരി സംശയാസ്പദമായ സാഹചര്യത്തിൽ ഗർഭം അലസിപ്പിക്കുന്നതിനുള്ള ഒരു ശസ്ത്രക്രിയക്കിടയിൽ നിര്യാതയായിരിക്കുന്നു. ഈ യുവതി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബാലാദേവിയുടെ സഹോദര കാമുകിയാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഉപരിപഠനം നടത്തുന്ന ഡോക്ടറുടെ സഹോദരനിൽ നിന്നും ഈ യുവതി ഗർഭിണിയായതാണ്. ഡോക്ടർ ബാലാദേവി യുവതിയെ നിർബന്ധിച്ച് ശസ്ത്രക്രിയക്ക് പ്രവേശിപ്പിച്ചു. വെറും മൈനർ ഓപ്പറേഷനായ ഈ ശസ്ത്രക്രിയക്കിടയിൽ കരുതിക്കുട്ടി ഡോക്ടർ യുവതിയെ കൊല ചെയ്യുകയായിരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നറിയാൻ കഴിഞ്ഞത്. ഡോക്ടർ വിഷമിക്കേണ്ട, ചില പത്രക്കാർ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കും. ഡോക്ടറെ അറിയാവുന്നവരാരും ഇത് വിശ്വസിക്കുകയില്ല. ഡോക്ടർക്ക് നോക്കിയല്ലേ? ഞാൻ അവധി എഴുതി കൊടുക്കാണ്. ആ മരിച്ചുപോയ പെണ്ണിന് വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞ ഒരുത്തൻ മുമ്പൂടെ വന്നിരുന്നല്ലോ, അവൻ കാണാൻ വന്ന് നിൽക്കുന്നു. വരാൻ പറയും. ഇരിക്കൂ. എന്താ വന്നത്? ഞങ്ങളുടെ വീട് വല്ലാത്ത വിഷമത്തിലാണ്. നിങ്ങളെപ്പോലെ തന്നെ ശുഭയുടെ മരണത്തിൽ ദുഃഖിക്കുന്നവരുള്ളാണ് ഞാൻ. നിങ്ങളുടെ ആശുപത്രിയിൽ എത്ര പേര് മരിക്കുന്നു? ഒരു ഡോക്ടറുടെ ദുഃഖം പോലാണോ അവളുടെ അച്ഛന്റെ ദുഃഖം, അവളുടെ മുറച്ചെറുക്കനായ എന്റെ ദുഃഖം? ശുഭയുടെ ശവസംസ്കാരം കഴിഞ്ഞെന്ന് കിടന്നാണ് അമ്മാവൻ. ജോലിക്കും പോകുന്നില്ല, വീട്ടുകാരും തന്നെ പ്രയാസത്തിലായി. ഡോക്ടർ സഹായിക്കണം. എങ്ങനെ? അമ്മാവനിപ്പോ കുറച്ച് കാശ് കിട്ടിയ വലിയ ഉപകാരമായിരിക്കും. 1000 രൂപ ഉടനെ വേണം. ശുഭയുടെ അച്ഛന് അല്പ ധനസഹായം നൽകാൻ എനിക്ക് വിഷമമില്ല. പക്ഷേ എന്റെ ഒരു രോഗി മരിച്ചു എന്ന കാരണത്താൽ പണം വാങ്ങാനാണെങ്കിൽ അത് നടപ്പില്ല രാമു. വേണ്ട, മാന്യന്മാരിടപെട്ടിട്ടുണ്ട്. ഡോക്ടർ മനഃപൂർവ്വം ശുഭയെ കൊന്നതാണെന്നും അതുകൊണ്ട് കൊലക്കുറ്റത്തിന് കേസെടുപ്പിക്കണമെന്നാണ് അഖിലേഷ് കമ്മിറ്റി പറയുന്നത്. അതൊന്നും വേണ്ടെന്ന് അമ്മാവൻ പറഞ്ഞു. ആ അമ്മാവനെ നിങ്ങളൊരു ചെറിയ സഹായം പോലും ചെയ്യുന്നില്ലെങ്കിൽ. എന്തായാലും ഞാൻ വീട്ടിൽ വന്ന് ശുഭയുടെ അച്ഛനെ കാണാം. അയ്യോ വേണ്ട വേണ്ട, ആ ഭാഗത്തേക്കൊന്നും ഡോക്ടർ വരരുത്. നാട്ടുകാരാകെ ക്ഷോഭിച്ചിളകിയിരിക്കുകയാണ്. എന്ത് സംഭവിക്കും? നല്ല മനസ്സുണ്ടെങ്കിൽ രൂപ നയിക്കണം. ഇതാ 1000 രൂപ. ഡോക്ടർക്ക് ബുദ്ധിയുണ്ട്. വരട്ടെ.